മാർക്സിനും സ്നേഹ സ്വാഗതം. MGM അക്കാഡമിക് അഡ്വൈസറി ബോർഡ് അംഗങ്ങളായി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ ജസ്റ്റിസ് അരനൂറ്റാണ്ടിന് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 1973 സെപ്റ്റംബർ 2-ന് ഈ മണ്ണിൽ നിന്നൊരാൾ തീവണ്ടിയിൽ ബോംബെയിലേക്ക് പോയി. അവിടെ നിന്നൊരു കപ്പലിൽ ഒമാൻ എന്ന രാജ്യത്തിന്റെ തീരത്തെടുത്തു. പിന്നെ അവിടെ നങ്കൂരമിടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള സ്വകാര്യ ഗ്രൂപ്പായ MGM എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാനാണ് അദ്ദേഹം. ഒമാനിലെ പ്രശസ്തമായ നദാൻ കൺസ്ട്രക്ഷൻസിന്റെ ഉടമ. വിദ്യാഭ്യാസം വിൽപ്പനയ്ക്കുള്ളതല്ലെന്ന് പ്രവൃത്തി കൊണ്ടും ജീവിതം കൊണ്ടും തെളിയിച്ച ആ മനുഷ്യന്റെ പേരാണ് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. 1948 ജനുവരി 3-ന് കൊട്ടാരക്കര നെല്ലിക്കുന്നം കുഴിവിള പുത്തൻ വീട്ടിൽ യോഹന്നാൻ ഗീവർഗീസിന്റെയും മറിയാമ്മയുടെയും മകനായി ജനിച്ചു. കൊട്ടാരക്കര LSP സ്കൂൾ, SKV സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കൊട്ടാരക്കര സെന്റ് ഗ്രിഗോറിയസ് കോളേജിലെ ആദ്യ ബാച്ചുകാരനായി പ്രീ ഡിഗ്രിയും കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ നിന്ന് BSc ബിരുദവും നേടി. 1971 ഗ്രാജുവേറ്റ് ട്രെയിനിയായി ഫെഡറൽ ബാങ്കിൽ ജോലിയിൽ പ്രവേശിച്ചു. 1973 ഒമാൻ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനിയിൽ അക്കൗണ്ടന്റായി പ്രവാസ ജീവിതത്തിന് തുടക്കം. 32 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനിടയിൽ കമ്പനിയുടെ ജനറൽ മാനേജർ വരെയായി. 1994 ജൂണിൽ കൊട്ടാരക്കരയിൽ മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ ആരംഭിച്ചു. ഇപ്പോൾ 12 സ്കൂളുകളും 3 പോളിടെക്നിക്കുകളും 4 ഫാർമസി കോളേജുകളും 2 എഞ്ചിനീയറിംഗ് കോളേജുകളും 1 ആർട്സ് ആൻഡ് സയൻസ് കോളേജുമുള്ള MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ചെയർമാൻ. 2006 ഒമാനിൽ നദാൻ കൺസ്ട്രക്ഷൻസ് ആരംഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭ മാനേജിംഗ് കമ്മിറ്റി അംഗവും MGM ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനും മലയാളത്തിന്റെ മഹാനടൻ പത്മശ്രീ മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണലിന്റെ വൈസ് ചെയർമാനുമാണ് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉപദേശക സമിതി അംഗമായ ഇദ്ദേഹത്തെ അമേരിക്ക ആസ്ഥാനമായ അക്കാദമി ഓഫ് യൂണിവേഴ്സൽ ഗ്ലോബൽ പീസ് ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. ഇൻഡോ റഷ്യൻ ഇന്റർനാഷണൽ അവാർഡ്, ഇന്റർനാഷണൽ ബിസിനസ് ലീഡർഷിപ്പ് അവാർഡ്, ഓൾ ഇന്ത്യ മാനേജ്മെന്റ് അസോസിയേഷന്റെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്, ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻ ഓഫ് അമേരിക്കൻസിന്റെ ബിസിനസ് എക്സലൻസ് അവാർഡ് തുടങ്ങി ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും പിന്തുണയുമായി സഹധർമ്മിണി കുഞ്ഞോളും പ്രാർത്ഥനയോടെ ഒപ്പമുണ്ട്. മക്കളും അവരുടെ മക്കളുമായി 3 തലമുറയ്ക്കും ഒപ്പം കുഴിവിള പുത്തൻ വീട് കുടുംബത്തിലെ 9 മക്കളിൽ മൂത്തവനായി അവരുടെ കാരണവരായി ഈ 76-ാം വയസ്സിലും കർമ്മനിരതമാണ് ആ ജീവിതം. അരനൂറ്റാണ്ട് പിന്നിട്ട പ്രവാസ ജീവിതത്തിലെ അനുഭവങ്ങളുടെ പ്രകാശം നിറച്ച് ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ എഴുതിയ പുസ്തകമാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയായ ആകയാൽ സ്നേഹം മാത്രം. നെല്ലിക്കുന്നം എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ബാങ്കിൽ ജോലിക്കാരനായി ഒരു പ്രഭാതത്തിൽ തീവണ്ടി കയറി ബോംബെയിലെത്തി. അവിടെ നിന്ന് കപ്പലിൽ ഒമാൻ എന്ന ദേശത്തു വന്നിറങ്ങി ജീവിതത്തിന്റെ കരപറ്റിയ ഒരാൾ. ആത്മകഥയിൽ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ സ്വയം ജീവിതത്തെ ഒറ്റ വാചകത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അദ്ദേഹം പടുത്തുയർത്തിയതാണ് കേരളത്തിലെങ്ങുമുള്ള MGM വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതിലാദ്യത്തേതായി ഈ വിദ്യാലയം ഉണ്ടെത്തുവച്ച് ഇന്ന് ജനിച്ച മണ്ണിനെയും അവിടുത്തെ പ്രിയപ്പെട്ടവരെയും സാക്ഷിയാക്കി ഡോക്ടർ ഗീവർഗീസ് യോഹന്നാന്റെ പ്രവാസ ജീവിതത്തിന്റെ അരനൂറ്റാണ്ട് ആഘോഷിക്കപ്പെടുന്നു. ഒപ്പം നമ്മുടെ നാടിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിവിധ ജീവകാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം, വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള ചുവടുവയ്പ്പിന്റെ ജൂബിലി ആഘോഷങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതകഥയും ഇവിടെ പ്രകാശിതമാകുന്നു. ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ ജന്മനാടിനെ മറക്കാത്ത അവിടുത്തെ മനുഷ്യരുടെ പ്രിയപ്പെട്ട ദേവിയായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാനോട് ഈ അഭിമാന മുഹൂർത്തത്തിൽ ഇവിടുത്തെ ഓരോരുത്തർക്കും പറയാനുള്ളതും ആ വാചകം തന്നെ: പ്രിയപ്പെട്ട അച്ചായ, ആകയാൽ അങ്ങയോട് ഞങ്ങൾക്കും സ്നേഹം മാത്രം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഈ മഹാസമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന പരിശുദ്ധ ബാബ തിരുമേനി,
ഈ സമ്മേളനവും മറ്റു ചടങ്ങുകളും ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ ഗോവയുടെ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള സർ, ബഹുമാന്യനായ ഒമാൻ അംബാസിഡറും അടക്കം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞതായിട്ട് കണക്കാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏറ്റവും ആദരണീയരായിട്ടുള്ള വിശിഷ്ട അതിഥികൾ, ജനപ്രതിനിധികൾ, അഭിവന്യ തിരുമേനിമാർ, വന്യ വൈദിക ശ്രേഷ്ഠൻ, ആദരണീയനായിട്ടുള്ള ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അവർ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, മനോഹരങ്ങളായ കുറച്ച് നിമിഷങ്ങൾ ആദരണീയനായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ജീവിത സംബന്ധിയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ഒന്നിച്ചായിരിക്കുവാൻ കഴിഞ്ഞതിനുള്ള സന്തോഷം ഞാൻ ആദ്യം അറിയിക്കുന്നു. ഐ വുഡ് ലൈക്ക് ടു എക്സ്പ്രസ് മൈ താങ്ക്സ് ഫോർ ദിസ് ഇൻവിറ്റേഷൻ. ഈ ഒരു സമ്മേളനത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള ഹൃദയപൂർവ്വമായ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ആദരണീയനായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ, ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് ഗീവർഗീസ് യോഹന്നാൻ അച്ഛനായിരുന്നു അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഈ ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു ഹ്രസ്വമായ വിവരണം ഞാൻ വളരെ സാമൂഹ്യം വീക്ഷിക്കുകയായിരുന്നു. നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാം. വളരെ ഉന്നതമായ പദവിയിൽ ദീർഘനാളുകൾ പ്രവാസ ജീവിതം നയിച്ച ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ ആ ടൈറ്റിലിൽ അല്ലെങ്കിൽ ആ തലക്കെട്ടിലെല്ലാം ഉണ്ട് ആകയാൽ സ്നേഹം മാത്രം. എത്ര ഹംബിളായിട്ടുള്ള, ജെന്റിലായിട്ടുള്ള, പൊളൈറ്റ് ആയിട്ടുള്ള, എത്ര ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ് അദ്ദേഹം ലീഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊക്കെ വ്യക്തിപരമായി അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതകളിൽ ഒന്ന്, ഒരുപാട് സവിശേഷതകൾ, അതിലൊന്ന് അദ്ദേഹം തൻ്റെ പ്രൊഫഷണൽ ഔന്നത്യത്തിൽ പല വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ പ്രവർത്തിക്കുമ്പോൾ താൻ ജനിച്ചു വളർന്ന മണ്ണിനു വേണ്ടി, തൻ്റെ ജന്മനാടിനു വേണ്ടി വലിയ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നൽകി എന്നുള്ളതാണ്. സ്വന്തം മണ്ണിനെ, ജനിച്ചു വീണ മണ്ണിനെ മറക്കാതെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. എത്ര സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇന്ന് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സ്വകാര്യ മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ ഏറ്റവും അധികം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ള ഒരു സ്ഥാപനമാണ്, ഒരു ഗ്രൂപ്പാണ് MGM എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവുമുള്ള കാര്യമാണ്. അത് പൊതു വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും അതോടൊപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും അദ്ദേഹത്തിൻ്റെ സ്ഥാപനം വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. വളരെ വ്യക്തിപരമായി അദ്ദേഹത്തിനോടും കുടുംബത്തോടും അടുപ്പമുണ്ട്. എൻ്റെ ഡോക്ടർ ജോർജ് ജോസഫ്, അദ്ദേഹത്തിലൂടെയാണ് ഞാൻ ബഹുമാന്യനായ ശ്രീ ഗീവർഗീസ് യോഹന്നാൻ അവർ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അന്നു മുതൽ ഇന്നോളം തീർച്ചയായിട്ടും ഒരു ജ്യേഷ്ഠ സഹോദരൻ, ഒരു പിതാവോ എന്നതുപോലെ വളരെ വാത്സല്യത്തോടെ ഉള്ള ഇടപെടൽ, അതോടൊപ്പം ഒരു ചേർത്ത് പിടിക്കലും, അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൽ ഉള്ളതാണ്. ഏറ്റവും സന്തോഷം അറിയിക്കുന്നു. സിൻസ് ഒമാൻ അംബാസിഡർ ഈസ് ഓൾസോ ഹിയർ, ഐ വുഡ് ലൈക്ക് ടു സേ സംതിങ് ഇൻ ഫ്യൂ വേർഡ്സ്. സോ at this moment I would like to acknowledge the contribution of Dr. Gievarghese Yohanan, especially particularly to the educational field. His management, MGM, is the largest group in our state which has got more number of educational institutions, under which we have schools, and also we have got engineering colleges, and also we have pharmaceutical colleges. So the contribution of Dr. Gievarghese Yohanan and the group MGM to the state
is really something great, and the presence of all the distinguished guests here, പരിശുദ്ധ ബാബാ തിരുമേനിയുടെയും ആദരണീയനായിട്ടുള്ള ഗവർണറുടെയും മറ്റെല്ലാവരുടെയും സാന്നിധ്യത്തിൽ എല്ലാവർക്കും ഒപ്പം ചേർന്നുകൊണ്ട് ആദരണീയനായിട്ടുള്ള ശ്രീ ഗവ്രീസ് യോഹന്നാൻ അവർക്ക് അദ്ദേഹത്തിന് എല്ലാവിധമായിട്ടുള്ള നന്മയും നേരുന്നു. ഇനിയും അനേക നാളുകൾ ഒരു സ്നിഗ്ധ തണലായി, സ്നേഹമായി, സൗമ്യതയായി ഞങ്ങൾക്കൊപ്പം ഉണ്ടാകാൻ അങ്ങേക്ക് കഴിയട്ടെ. എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും അങ്ങേക്ക് നേരുകയാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാ നന്മയും ഉണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. ഗവർണർ ശ്രീ ശ്രീധരൻപിള്ള സാർ അവർ, നമ്മുടെ വളരെ ബഹുമാനായ കാതോലിക്ക ബാബ തിരുമേനി, ഈ വേദിയിൽ സ്വാഗതം ആശംസിച്ച ഡോക്ടർ ശ്രീ തോമസ് സാർ, അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് പഠിപ്പിച്ച അദ്ദേഹം വൈസ് ചാൻസലർ ആയിരിക്കുന്ന സമയത്തും വൈസ് ചാൻസലർ ചുമതല വഹിക്കുമ്പോഴും ഞാൻ സർവകലാശാല സ്റ്റുഡൻറ് സിൻഡിക്കേറ്റ് മെമ്പർ ആയിരുന്നു എന്നുള്ള പരിചയമുണ്ട്. ഈ വേദിയിലുള്ള നമ്മുടെ ഇപ്പോഴുണ്ടായിരുന്ന നമ്മുടെ ബഹുമാനായ രാജ്യമന്ത്രി ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അവർ, ഈ വേദിയിലും സദസ്സിലും ഏറ്റവും ബഹുമാനരാണ്. മുന്നിൽ നോക്കുമ്പോൾ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ കേരളത്തിലെ DGP ആയിരുന്ന, അതിനുശേഷം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ മുതലുള്ള ആളുകൾ, അച്ഛന്മാര്, നമ്മുടെ കൊല്ലത്ത് തിരുമേനി, എല്ലാവരും, ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നത്, എല്ലാവരും, ഡോക്ടർ ശ്രീനിവാസൻ, എല്ലാവരും വളരെ പരിചയസമ്പന്നരാണ്. നമ്മുടെ ഇന്നത്തെ ഈ പ്രസ്ഥാനത്തിന്റെ വിശിഷ്ടാതിഥികൾ, FGM പ്രസ്ഥാനത്തിന്റെ നേതൃത്വം, ചൈന അദ്ദേഹത്തിന്റെ വീട്ടുകാരും ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ്. സാധാരണ എല്ലാ പരിപാടിക്കും ഇവിടെ വരുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് ഞാൻ എപ്പം താമസിച്ചത് ബഹുമാനപ്പെട്ട ഗവർണർ ഉൾപ്പെടെ വരുന്ന സമയത്തിന്റെ പ്രാധാന്യം അറിയാം. പക്ഷേ ഞങ്ങളുടെ മീറ്റിംഗ് വളരെ പ്രധാന മീറ്റിംഗ് അവിടുന്ന് അത് കഴിഞ്ഞ് ഓടി വരികയാണ്. ഞാൻ ഈ സദസ്സിൽ ഇത്തരം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അധികം സമയമെടുത്ത് കാര്യങ്ങൾ പറയുന്നില്ല. കാരണം 2 ആഴ്ച മുമ്പ് ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു എല്ലാ പരിപാടികൾക്കും. ഇവിടെ വരുന്ന വിശിഷ്ടാതിഥികൾക്കൊപ്പം ഈ പരിപാടി നിർത്താൻ പറ്റുക എന്നുള്ളതും വളരെ വലിയൊരു സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത്. തിരുമേനിമാരും അച്ഛന്മാരും, അതുപോലെ നമ്മുടെ ഗവർണർ ഉൾപ്പെടെയുള്ള ഒരു വേദി, അവരെല്ലാം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കുകയാണ് ഏറ്റവും ഉചിതം. പക്ഷെ ഇന്നിപ്പോ എവിടെ പോയാലും MGM എന്ന് പറയുന്ന പേര് അത് വളരെ അഭിമാനകരമായ ഒരു ബ്രാൻഡ് നെയിമായി തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിൽ കൂടി ഇങ്ങോട്ട് വരുന്നു. വലിയ ഒരു നഗരമാണ് തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു വിദേശത്തിനേക്കാളും പരിചയമുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. ന്യൂയോർക്കിലോ മറ്റു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഡൽഹിയിലും ബോംബെയിലും ബാംഗ്ലൂരിലൊക്കെ പോകുന്ന വലിയ നഗരങ്ങളുടെ ഏറ്റവും ആധുനികമായ സ്വഭാവമുള്ള സ്ഥലമാണ് ടെക്നോ പാർക്ക് മേഖല. ടെക്നോ പാർക്ക് മേഖല VS മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന DGP ആയിരുന്നു. അന്ന് ആ സമയത്ത് വളരെ ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ന് അതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ആ സ്ഥലമാണ് ടെക്നോ പാർക്ക് തോന്നുന്നത്. പക്ഷെ ആ ടെക്നോ പാർക്കിന്റെ എൻട്രൻസിൽ കയറുമ്പോൾ ഏറ്റവും ആകർഷകമായ സ്ഥാപനം MGM ആണ്. ആ MGM സ്കൂള് അവിടെ നിൽക്കുന്നു. അതായത് നമ്മൾ കാണുമ്പോൾ വളരെ അഭിമാനമുള്ള ഒരു സ്ഥലം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹം വ്യവസായ രംഗത്താണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നിർമ്മാണ രംഗത്ത് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതൽ ജോലി ചെയ്ത് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നേതൃത്വം ധാരാളം സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ മൊത്തം കേരളത്തിന്റെ എല്ലാ മേഖലകളിലുമുണ്ട്.
അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം ഇന്ന് അദ്ദേഹം എഴുതിയ പുസ്തകമുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ധാരാളം സാമൂഹ്യ സേവന പരിപാടികളുണ്ട്. ഈ പരിപാടികളുടെ എല്ലാം ഭാഗമായിട്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ, സാംസ്കാരിക രംഗത്ത് നടത്തുന്ന പരിപാടികളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ 2 ആഴ്ച മുഴുവൻ ഉണ്ടായിരുന്നത്. ഇവിടെ ആർട്ട് ആൻഡ് കൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പരിപാടി. ഇത്തരം പരിപാടികളെല്ലാം നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെല്ലാം അനുമോദിക്കാനും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നേടാനും മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇവിടെ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തനം തന്നെ വ്യക്തമാക്കുന്നത്. അദ്ദേഹം സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, വ്യവസായിയാണ്. ഞാൻ അദ്ദേഹത്തോട് എപ്പോഴും പറയാറുണ്ട്, നമുക്ക് അദ്ദേഹം ഇവിടുന്നാണ് എല്ലായിടത്തേക്കും പോകുന്നത്. കൊട്ടാരക്കര കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെന്ന് എപ്പോഴും അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്, കൊട്ടാരക്കര കൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പ്രവർത്തനം ഞാൻ മുന്നേ കാണുന്നത് നമ്മുടെ അക്കാഡമിക് രംഗത്ത് തന്നെ കുറേയേറെ പ്രഗത്ഭരാണ്. അക്കാഡമിക് രംഗവുമായി ബന്ധപ്പെട്ടാണ് ഈ സ്ഥാപനം. പഴയ KTUവിന്റെ വൈസ് ചാൻസലറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. അദ്ദേഹം കേരള സർവകലാശാലയുടെ പ്രധാനപ്പെട്ട ചുമതലയായിരുന്നു, വൈസ് ചാൻസലറായിരുന്നു. ഇങ്ങനെ അക്കാഡമിക് രംഗത്ത് തന്നെ പല പ്രഗത്ഭരും എല്ലാവരും ഉണ്ട്. അപ്പൊ ഈ പ്രവർത്തനങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട്, ഈ സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യം എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഞാൻ ദുഃഖിപ്പിക്കുന്നില്ല. മറ്റെല്ലാവരുടെയും പ്രസംഗം നമുക്ക് കൂടുതൽ ആതിഥേയരെന്നതിൽ ഒരുമിച്ച് കേൾക്കാം. ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടും, ഇവിടെ വന്ന് ഇത്രയും വളരെ വിപുലമായ നിറഞ്ഞ ഒരു സദസ്സിലേക്ക് പങ്കെടുക്കാൻ വന്ന എല്ലാ വിശിഷ്ടാതിഥികളും ഒരു ആതിഥേയർ എന്ന നിലയിൽ കൂടി അവർക്കെല്ലാം കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, ബഹുമാന്യനായ ഗവർണർ, വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തികളെ, സദസ്സിൽ ഉപേക്ഷിതരായിരിക്കുന്ന വേർപെട്ടവരെ, വളരെ സന്തോഷനിർഭരമായ ഒരു നിമിഷത്തിനാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അരുമസന്താനം, കൊട്ടാരക്കരയുടെ അരുമപുത്രൻ, ഞങ്ങൾ എല്ലാവരും പറയുന്ന ദേവിച്ചായന്റെ ജീവിത സരണികളിലൂടെ കടന്നു പോകുവാനും അതിനെ അനുസ്മരിക്കുവാനും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുമുള്ള ഒരു നിമിഷമായി ഈ നിമിഷം കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ജീവിതം കൊണ്ട് അനേകർക്ക് പ്രയോജനകരമാക്കി തീർക്കുവാനും ജീവിത ദർശനം കൊണ്ട് അനേകരെ പ്രബുദ്ധരാക്കുവാനും സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബേബിച്ചാന്റെ. പൗലോസ്ലിയ ക്രിസ്തുമസ് 3-13 വാക്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളോ സഹോദരന്മാരെ നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. അദ്ദേഹത്തിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ പരിശുദ്ധ പൗലോസ്ലിഹയുടെ ആപ്തവാക്യം അന്വർത്ഥമാക്കിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബേബിച്ചാൻ. നന്മ ചെയ്യുന്ന കാര്യത്തിൽ ശുഷ്കാന്തിയോടെ മുൻഗമിക്കുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. ഏത് കാര്യങ്ങൾ എടുത്താലും മറ്റവരുടെ നന്മ എന്നുള്ള ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ ഏറ്റവും മഹനീയമായ വസ്തുതയാണ്. എന്റെ മദ്രാസത്തെ പറയുകയാണെങ്കിൽ, കൊട്ടാരക്കര മദ്രാസ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ബഹുമാനപ്പെട്ട ബേബിച്ചാന് നൽകിയിട്ടുള്ള സംഭാവനകൾ അനവധിയാണ്. 1.25 കോടി രൂപയോളം അദ്ദേഹത്തിന് വേണ്ടി ഇതിനോടകം ചെലവാക്കിയിട്ടുണ്ട്. ഞാനൊന്നും പറയേണ്ട, മനസ്സറിഞ്ഞ കാര്യങ്ങൾ ചെയ്തോളൂ. അപ്രകാരം എല്ലാ കാര്യങ്ങളും വളരെ സജീവമായി അറിയുകയും അതിനനുസൃതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. സമയം വളരെ പരിമിതമായി ഞാൻ എന്റെ വാക്കുകൾ സ്മരിക്കുകയാണ്. 3 മിനിറ്റ് എനിക്ക് നൽകിയിട്ടുണ്ട്. ദൈവം പറയാൻ കൂടുതൽ അനുഗ്രഹത്തിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവി കൂടുതൽ ശോഭനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അനുഗ്രഹീതനായ ദൈവത്തിന്റെ അദർശ്യമായ തൃക്കരങ്ങൾ അദ്ദേഹത്തെ വഴിയാട്ടത്തെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് PS ശ്രീധരൻ പിള്ള സാർ, വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവർക്കും സ്നേഹ നമസ്കാരം. നാട്യശാസ്ത്രത്തിൽ പലതരം നയങ്ങളെ കുറിച്ച് പറയുന്നു. വിനയം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന നിരുക്തം വിവേകമുള്ളവന്റെ നയം എന്നാണ്. ഫലമുള്ള കൊമ്പ് താണേ ഇരിക്കൂ, നീരുള്ള മേഘം താണേ വരൂ എന്ന അഭിജ്ഞാന ശാകുന്തളത്തിൽ നാം വായിക്കുന്നത് പോലെ യഥാർത്ഥ അറിവുള്ള മനുഷ്യർ എത്രമാത്രം ബനിയാനിതരായിട്ടാണ് നമ്മോട് പെരുമാറുന്നത്. എന്നാൽ പലപ്പോഴും നാട്യശാസ്ത്രത്തിൽ തന്നെ പരാമർശിക്കുന്ന മറ്റൊരു നയമാണ്
നമ്മുടെയൊക്കെ അറിവിൻ്റെ ആകാശങ്ങൾ വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മളിൽ പുലരാറുണ്ട്. അത് മറ്റൊന്നുമല്ല, അഭിനയം. അഭിനയമില്ലാതെ സത്യസന്ധമായി ഒരു ഉള്ളെഴുത്ത്, അതാണ് ഏറ്റവും പ്രിയപ്പെട്ട ബേബിച്ചായൻ്റെ ആകയാൽ സ്നേഹം മാത്രം. അപ്പനിൽ തുടങ്ങി മക്കളിൽ അവസാനിക്കുന്ന ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ദൈവാശ്രയത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും സത്യസന്ധമായ ഒരു കഥനമാണ്. ഞാൻ ഈ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം വായിച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ കുരുമുളക് ഉണക്കലിന്റെയും വരിയുണക്കലിന്റെയും കണ്ടത്തിലെ കുഴിപ്പന്തുകളുടെയും കാര്യമൊക്കെ ഇത്ര വിശദമായി എഴുതിയത് എന്തിനാണെന്ന് വായിക്കുന്ന ചിലർക്കെങ്കിലും തോന്നലുണ്ടാവും. ഇതൊന്നും അറിയാത്ത, അതിനൊന്നും ഭാഗ്യം കിട്ടാത്ത ഒരു തലമുറ എന്റെ കണ്ണിന്റെ മുമ്പിൽ. അവരിലോ അവരുടെ അനന്തര തലമുറയിലോ ഉള്ള ആരെങ്കിലും ഇത് വായിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കാലം ഈ ലോകത്തുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കോട്ടെ. അതിനുവേണ്ടി മാത്രം പറഞ്ഞത്. ഈ പുസ്തകം എങ്ങനെയാണ് പുതിയ തലമുറയെ വളരെ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാഗമാണ് ഇതിനെ തുടർന്ന് വായിക്കുന്നത്. ഒരു ദിവസം ഞാൻ എൻ്റെ കൊച്ചുമക്കളിൽ ഒരാളോട് ചോദിച്ചു, നീ ഗോലി കളിക്കുന്നത് കണ്ടിട്ടില്ല? അവൻ എന്നെ ഒന്ന് തറപ്പിച്ചു നോക്കി. പിന്നെ കുഞ്ഞു മുഖത്തൊരു വലിയ പുച്ഛം നിറച്ചുകൊണ്ട് പറഞ്ഞു, അപ്പച്ച, ഹീസ് നോട്ട് ഗോലി, കൊഹ്ലി, KOHLI. പകച്ചു പോയി എന്റെ ബാല്യം. ഇത്ര രസകരമായ ഒരവധി മാതൃഭൂമി ബുക്സിന്റെ സ്വതസിദ്ധമായ സൗന്ദര്യം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ പുസ്തകം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഇവിടെ അവതരിപ്പിക്കുന്നു. പ്രിയപ്പെട്ട ബേബിച്ചായൻ, പുസ്തകത്തിൽ മസ്കറ്റുകാരൊക്കെ വിളിക്കുന്നത് പോലെ പ്രിയപ്പെട്ട വർഗീസ് ജമാൽ അച്ചായന് പ്രണാമം. ഈ മഹത്തായ സമ്മേളനത്തിന് ഭാഗമാകാൻ സ്നേഹപൂർവ്വം നിർബന്ധിച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ജാബ്സൺ ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. നന്ദി. പരിശുദ്ധ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയ കാതോലിക്ക ബാവ തിരുമനസ്സുകൊണ്ടാണ്. അതുപോലെ ആദരണീയരായ എല്ലാ വ്യക്തിത്വങ്ങളെയും ഈ പ്രകാശന ചടങ്ങിനായി His Holiness Mama Tirumeni will now officially release the autobiography book, and the first copy of the book will be presented to distinguished foreign ambassador Sri P.P. Srinivasan. പരിശുദ്ധ തിരുമേനി, മറ്റ് വലിയ ശ്രേഷ്ഠന്മാരെ, സുഹൃത്തുക്കളെ, ഈ മനോഹരമായ ഗ്രന്ഥം വായിക്കുവാനും അതിനൊരു അവതാരിക എഴുതുവാനും അത് പരിശുദ്ധ ബാവയിൽ സ്വീകരിക്കാനുമുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ശ്രീ ഗീവർഗീസ് യോഹന്നാനുമായി പരിചയപ്പെട്ടിട്ട് അധികം നാളായിട്ടില്ല. NGM സ്കൂളിന്റെ അഡ്വൈസറി ബോർഡിൽ എൻ്റെ സുഹൃത്ത് സിറിയക് തോമസിനോടൊപ്പം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ തമ്മിലുള്ള പരിചയം. പക്ഷെ അതൊന്നുമല്ല ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം. ഇതിന്റെ പേര് തന്നെയാണ്. അങ്ങനെ ഒരു പേര് ഒരു പുസ്തകത്തിൽ നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ല. ആകയാൽ സ്നേഹം മാത്രം. എന്നോട് പലരും ചോദിച്ചു എന്താണ് അതിന്റെ അർത്ഥം. സ്നേഹം മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു ആത്മകഥ ചരിത്രത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ആത്മകഥ യഥാർത്ഥത്തിൽ സാഹിത്യ രൂപങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് എത്താൻ കഴിയാത്ത മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുടെ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കാൻ ആത്മകഥയ്ക്ക് മാത്രമേ കഴിയൂ. പക്ഷെ ആത്മകഥ എഴുതുമ്പോൾ എല്ലാവരും അവരവരെ തന്നെ കൂടുതൽ പ്രശംസിക്കാനാണ് ശ്രമിക്കുക. ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയണം എന്നുള്ളത്. പക്ഷെ അതൊന്നും ഈ പുസ്തകത്തിലില്ല. അദ്ദേഹം തെളിയിക്കുന്നത്
അദ്ദേഹം നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്നേഹം മാത്രമാണ് ഈ ലോകത്തിൽ പ്രധാനപ്പെട്ടത്. അതെന്തുകൊണ്ട് എന്ന് തെളിയിക്കാനാണ് അദ്ദേഹത്തിന് ആകെയാൽ സ്നേഹം മാത്രം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് സ്നേഹം മാത്രം കൊണ്ട് ഞാൻ ജീവിച്ചത്, ഞാൻ ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത് എന്ന് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരികയാണ്. മറ്റൊരു പ്രത്യേകത ഇതിലെ ഭാഷയാണ്. നിങ്ങൾക്കൊക്കെ അതിശയം തോന്നും ഈ പുസ്തകം വായിക്കുമ്പോൾ, കാരണം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ നമ്മൾ സാധാരണ പുസ്തകങ്ങളിൽ കാണുന്ന ഭാഷയാണ്. വളരെ ആത്മാർത്ഥമായി അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത് മാറ്റണമെന്നുണ്ടോ, ഒരു സാഹിത്യ കൃതിയായി മാറ്റത്തക്കോണമായ ഭാഷ മാറ്റുന്നത് നല്ലതായിരിക്കില്ലേ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. പക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതല്ല ഉദ്ദേശം, ഒരു സാഹിത്യ രചനയല്ല അദ്ദേഹം നമ്മളോട് സംസാരിക്കുകയും ഒരച്ഛൻ മക്കളോട് സംസാരിക്കുന്ന പോലെ, ഒരു സഹോദരനോട് സംസാരിക്കുന്ന പോലെ, എൻ്റെ ഹൃദയം കൊണ്ടും എൻ്റെ സ്നേഹം കൊണ്ടും ഞാൻ ഈ ലോകം കീഴടക്കി എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. അങ്ങനെ അദ്ദേഹം വളരെ രസകരമായ ധാരാളം കുടുംബകഥകളും ഇതിൽ പറയും. എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു പുസ്തകം. അത് വായിക്കണം. നിങ്ങൾക്ക് പലതും അതിൽ നിന്ന് പഠിക്കാൻ കഴിയും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്നത് അദ്ദേഹം എത്ര വിനയാന്വിതനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഈ ബന്ധം സ്വീകരിക്കാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്നെ ക്ഷണിച്ചതിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നമസ്കാരം. To Dr. Georgios Yohannan. ഈ ആദരവ് honorables on the dais, dear brothers and sisters, it's really feel great to be here in Trivandrum for the first time since assuming my duties as ambassador in 2023. It's a great honor to stand before you today as we celebrate the golden jubilee of Dr. Georgios Yohannan. Remarkable journey in Oman. We also take this moment to unveil his inspiring autobiography, a testament to a life dedicated to service and compassion. Dr. Yohannan's tireless efforts have touched many lives across various fields, but it is his commitment to education that stands out the most. By placing human development at the heart of his endeavors, Dr. Yohannan has proven that the true measure of success lies in uplifting the capacities of individuals. His philanthropic work in education has not only built institutions, but has also laid the foundation for countless futures, empowering minds and fostering hopes. People like Dr. Yohannan, who have made the elevation of human potential their central focus, are truly indispensable. Their contribution transcends boundaries and create lasting impacts in society. For this, I salute you, sir. A word of thanks to my dear brother and friend, Mr. Thomas Alexander, as well, for the introduction, for the encouragement, for the support, for arranging for me to be here to celebrate a wonderful journey for somebody who have devoted his life for humanitarian efforts. I wish that the bonds of friendship between Oman and India grow ever stronger as we move forward together. Thank you. സർവശക്തനായ ദൈവത്തിന് സ്തുതികരേണ്ടതുണ്ട്. പരിശുദ്ധനായ കത്തോലിക്ക ബാബ തിരുമേനി, His Excellency
ശ്രീധരൻപിള്ള സർ, കെ.എൻ. ബാലഗോപാൽ സർ, വീണ ജോർജ് മാഡം, കൊടുക്കുന്ന സെക്ഷൻ സുരേഷ് റസിയ, His Excellency Isa Sade, അഭിമന്യ യുവനാൻ തിരുവേണി, അഭിമന്യ സെക്രട്ടറിമാർ സേവകേഷ് തിരുവേണി, പ്രിയപ്പെട്ട ജയകുമാർജി, ഡോക്ടർ സിറി തോമസ്, IPS TP ശ്രീനിവാസൻ സർ, MGM അഡ്വൈസറി ബോർഡ് മെമ്പേഴ്സ് ആയിരിക്കുന്ന ജസ്റ്റിസ് എബ്രഹാം മാത്യു സർ, IPS ജേക്കബ് പുല്ലു സർ, IAS KT ചക്കോ സർ, വൈസ് ചാൻസലർ കുഞ്ചരിയ ഐസക് സർ, വൈസ് ചാൻസലർ ജിക്കോ കുമാർസ്യ, ശ്രീ ഗോപിനാഥൻ ജോസ് ജെയിംസ് സർ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയപ്പെട്ട പിതാക്കന്മാരെ, അച്ഛന്മാരെ, YMCA ലയൺസ് ക്ലബ് അങ്ങനെയുള്ള ക്ലബ് മെമ്പേഴ്സ് ആയിരിക്കുന്ന എൻ്റെ സ്നേഹിതന്മാരെ, വ്യാപാരി വ്യവസായ സംഘടനയിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ, മാതൃഭൂമിയിലെ ശരത് രാജീവ് പോലെയുള്ള പ്രിയപ്പെട്ടവരെ, സ്കൂളിലും കോളേജിലും നിന്നും വന്നിരുന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷാകർത്താക്കളെ, എന്നോട് MGM എന്ന പ്രസ്ഥാനത്തോടുള്ള സ്നേഹവും കരുതലും കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരുമേ, ഇവിടെ ആയിരിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് തമ്മിലുള്ള ഈ ബന്ധം, ഞാൻ ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സംഘാടകരോട് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞതാണ് ഞാൻ സ്റ്റേജിൽ ഇരിക്കില്ല എന്ന്. കാരണം ഞാൻ അതിന് യോഗ്യത ഉള്ളവനാണെന്ന് എനിക്കൊരു സംശയം. കാരണം എൻ്റെ മുന്നിലിരിക്കുന്ന ഈ മഹാവ്യക്തികളെ, ഈ വലിയവരെ, എന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ താഴെ ഇരുത്തിയിട്ട് ഞാൻ മേളിൽ കയറിയിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ അവരോടൊക്കെ പറഞ്ഞപ്പോഴും നിർബന്ധിച്ച് ഞാൻ ഇരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ അവിടെ ഇരുന്നത്. അല്ലെങ്കിൽ സത്യമായിട്ടും നിങ്ങളെ ആരെയും താഴെ ഇരുത്തിയിട്ട് ഞാൻ മേളിൽ കയറിയിരിക്കത്തില്ലായിരുന്നു. അത് എൻ്റെ ജീവിതത്തിൽ എന്നും കൊണ്ട് അത് പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഒരു ചോദ്യം, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ഒരു പ്രസ്ഥാനം അല്ല ഇതുപോലെ ഒരു ഇത് നടത്തണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. ഇതെല്ലാം മസ്കറ്റിലുള്ള എൻ്റെ കുറേ കൊച്ചുങ്ങളും, എൻ്റെ കൊച്ചുങ്ങളെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒത്തിരി ആൾക്കാർ പോകുന്നവരുണ്ട്, കൊച്ചുങ്ങളും, പിന്നെ എന്നെ സ്നേഹിക്കുന്നവരല്ല, എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഇവിടെ കുറെ കൊച്ചു പിള്ളേരും കൊച്ചു കുഞ്ഞുങ്ങളും എല്ലാം കൂടെ പിന്നെ എന്നെ നിർബന്ധിച്ച് ഇതിന് സഹകരിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ പിടിച്ചിരുത്തിയതാണ്. ഇതിനുപരിയായിട്ട് ഞാനിതൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് വലിയ സങ്കടമുണ്ട്. ഇപ്പൊ ഫാൻ പോലും വർക്ക് ചെയ്യുന്നില്ല കേട്ടോ, മനുഷ്യൻ കിടന്ന് കേൾക്കുക. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഞാൻ കൂടുതലൊന്നും എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്റെ ബുക്ക് നിങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് പോകണം കേട്ടോ, കാശ് കൊടുത്തല്ല, ഫ്രീ ആയിട്ട് ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ബുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ ബുക്ക് വാങ്ങിക്കണം. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. എന്റെ ചരിത്രം, ഞാൻ അങ്ങനെ എന്റെ ജീവചരിത്രത്തില് ഞാൻ കടന്നുപോയ ചില സാഹചര്യങ്ങളില് ദൈവത്തിന്റെ ഇടപെടലിനെ കുറിച്ച്, ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് പ്രകാശിപ്പിക്കാൻ കണ്ട് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിനകത്ത് എന്റെ മനസ്സിൽ നിന്ന് വന്ന സത്യങ്ങളല്ലാതെ യാതൊരു കള്ളവും അതിനകത്ത് ഇല്ല. അതുകൊണ്ട് ഈ എൻ്റെ അടുത്ത് ശ്രീനിവാസൻ സാറ് പറഞ്ഞായിരുന്നു, അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, ഒക്കുമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഭാഷയൊന്ന് മാറ്റണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, സാറേ അതാണ് ഈ പുസ്തകത്തിന്റെ ജീവൻ. അത് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സാറിനോട് തന്നെ പറഞ്ഞതാ, സാറേ ഞാൻ എൻ്റെ വൈഫിനെ അവർക്ക് യഥാർത്ഥത്തിൽ പേരെന്ന് പറഞ്ഞാൽ കുഞ്ഞുമോള എന്നാണ്. പക്ഷെ ഞാൻ അങ്ങനെ വിളിക്കാറില്ല, ഞാൻ കുഞ്ഞോള എന്നെ വിളിക്കത്തുള്ളൂ.
അപ്പൊ ഞാൻ ബുക്കിനകത്ത് എഴുതിയപ്പോ കുഞ്ഞോളെന്നാ എഴുതിയത്. അങ്ങനെയുള്ള എന്റെ ഭാഷ അപ്പടി തന്നെ അതിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് അല്പം പ്രയാസം തോന്നിയാലും രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കിയാൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കും. തിരുമനസ് ഇവിടെ പറഞ്ഞ സിനിമേനി അതിനകത്ത് എഴുതിയിരിക്കുന്ന വസ്തുതകളിലെ ചില കാര്യങ്ങളൊക്കെ ആർക്കും മനസ്സിലാവാത്ത കാര്യങ്ങളാണ്. ഞാൻ തിരുമനസ് അത് പറഞ്ഞപ്പോ ഞാനിതൊന്ന് ചിരിച്ചു. എന്റെ അടുത്ത് തിരുമനസ് പറഞ്ഞ ആ വാചകം മാറ്റണമെന്ന്, ആ വാചകമല്ല, ആ വേർഡ് മാറ്റണമെന്ന് എന്നോട് പലരും പറഞ്ഞതാണ്. അത് ഞാൻ വീണ്ടും അത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച സത്യങ്ങളാണ്. സത്യങ്ങളെ അപ്പടി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനാ ഞാൻ ഇന്ന് എഴുതിയെന്ന് ചോദിച്ചാല്, എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ എഴുതിയത്. എന്തിനു വേണ്ടി എഴുതി? ഇത് ഒരു കാര്യം മാത്രം എനിക്ക് പറയാൻ വേണ്ടിയാണ്, മറ്റൊന്നുമല്ല. ഇതൊന്നും എന്റെ മിടുക്കൊണ്ടല്ല. ഇതെല്ലാം എന്നെ കരുതിയ ദൈവം എന്റെ നടത്തിപ്പാണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് എഴുതിയത്. ഇതിനകത്ത് എനിക്ക് സാക്ഷീകരിക്കേണ്ടത്, എനിക്ക് പൊക്കിപ്പിടിക്കേണ്ടത്, എനിക്ക് മഹത്വീകരണം കൊടുക്കേണ്ടത് സർവശക്തനായ ദൈവത്തോട് മാത്രമേ ഉള്ളൂ. എന്നെ അല്ലാതെ ആരും അങ്ങനെ സഹായിച്ചതായിട്ടില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുകയും എന്നെ കരുതുകയും ചെയ്തിട്ടുള്ളവരാണ് ഈ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെന്നും എനിക്ക് പരിപൂർണമായിട്ട് വിശ്വാസമുണ്ട്. അതിനുപരി എനിക്ക് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്ക് പറയാൻ ഇത്തിരി കുഴപ്പമെന്ന് പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ കരഞ്ഞു പോകും. അപ്പം എന്താ ഈ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ കരഞ്ഞു പോകും. ഞാൻ ഇരിക്കുന്ന ഇവിടെ ഓരോരുത്തരെയും കാണുമ്പോൾ അവരുടെ കയ്യെ പിടിക്കുമ്പം എന്തിനും ത്രസിക്കുന്ന ഒരു ഏതോ ഉണ്ട്. അത് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകത്തിൽ ഞാൻ പേരിട്ടത്. വേറൊന്നും പേരിടാനില്ല, ആകയാൽ സ്നേഹം മാത്രം എന്ന് പറഞ്ഞത്. ഈ സ്നേഹമല്ല ഒന്നും എനിക്ക് നിങ്ങൾക്ക് തരാനില്ല. ഇന്ന് ഇതുവരെ സ്നേഹം കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ഒരു കാര്യം കൂടെ തന്നിട്ട് ഞാൻ ഇരുന്നു കൊള്ളാം. അതൊന്നും മറ്റൊന്നുമല്ല, ആകയാൽ നന്ദി മാത്രം. വീണ്ടും കാണുന്നതിന് ദൈവം തമ്പുരാൻ നമ്മളെ അവിടെവിടായി സൂക്ഷിക്കട്ടെ, കരുതട്ടെ. വീണ്ടും ഈ പറഞ്ഞിരിക്കുന്ന ചില പ്രോജക്റ്റുകളിലൂടെ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ അവസരം തരട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും എനിക്ക് ആവശ്യമുണ്ട്. ഞാനിത് പറയട്ടെ. ഇവിടെ വേദിയിലിരിക്കുന്ന വ്യക്തികളുടെ മുമ്പില് ഇവരൊക്കെ എങ്ങനെ ഇവിടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഈ പിന്നെ അത് പറഞ്ഞ അത്രയേറെ ഞാൻ ഒരിക്കലും എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത അത്രയേറെ മഹത്വമുള്ള വലിയ വലിയ ആൾക്കാർ ഈ സ്റ്റേജില് വന്നിരിക്കാനായിട്ട് എന്നോട് കാണിച്ച ആ സ്നേഹത്തിന് ഞാൻ എന്ത് പകരം പറയും, ഞാൻ എന്ത് പറയും, എത്ര നന്ദി പറഞ്ഞാലും മതിയാകും. ഞാന് ഈ അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങിയാലാണെങ്കിൽ എനിക്ക് പറയാനായിട്ട് ഒത്തിരി ഉണ്ട്. പിന്നെ സിറിയക് സാറ് 3 യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായിട്ട് ഏക വ്യക്തി കേരളത്തിലുണ്ടാവും. അങ്ങനെ ഒരു മനുഷ്യനാണ് നമുക്ക് സ്വാഗതം പറഞ്ഞാലുണ്ടായിരുന്നത്. ജയകുമാർജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹമാണ് ഈ നമ്മുടെ ഇദ്ദേഹത്തെ ഗവർണർ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവരാനായിട്ട് ഞാൻ ഉച്ചകുത്തിയിരുന്നൊന്നും നടക്കത്തില്ല. കാര്യം അദ്ദേഹത്തിന് എന്നെ കുറിച്ച് അറിയത്തില്ല, അതുകൊണ്ട് അദ്ദേഹം അടുത്തില്ല. അതേസമയം ജയകുമാർജിയാണ് അത് പറഞ്ഞ് അതെല്ലാം ശരിയാക്കി അത് അറേഞ്ച് ചെയ്തത്. അതിനോട് എടുക്കുമ്പോ പിന്നെ ഞങ്ങൾ തിരുമില്ല. പിന്നെ എക്സലൻസി ambassador from Oman. No, I don't expect his presence over here because he's a great man. Why should he come over here? But I had not he is a friend, he is my brother, Thomas Alexander. He brought me over here. Anyway, Excellency has mentioned his name also. Thank you, Alex. പിന്നെ പരിശുദ്ധ ബാബാതിരുമേനിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബാബാതിരുമേനെ കാണുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിക്കവിടെ കണ്ണങ്ങ് നിറഞ്ഞു പോവാണ്. എന്താ പറഞ്ഞാൽ
ഈ എന്നെ അത്രയധികം സ്നേഹിക്കുന്നല്ലോ എന്നുള്ള ആ സ്നേഹത്തിന്റെ അതെടുക്കുമ്പോൾ പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിയാത്തോളം ഞാൻ തകർന്നു പോവുക. പിന്നെ ശ്രീധരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹത്തെ പോലൊരു ഇനി ഒരു ഗവർണർ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് സംശയം കേട്ടോ. അതിലുപരിയായിട്ട് നമ്മെ ഇത്രയേറെ ക്രിസ്ത്യാനികളെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ഗവർണർ ഇന്ന് കേരളത്തിൽ എവിടെയും ഉണ്ടോ? അങ്ങനെ ഒരു മനുഷ്യനെ ഇവിടെ കൊണ്ടിരിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും ജയമാർഗയെ ഞാൻ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഞങ്ങളുടെ മന്ത്രി പ്രധാനമന്ത്രി അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയണം, അദ്ദേഹത്തെ കുറിച്ച് എനിക്കൊന്ന് പറയാൻ അതും ഞാൻ ഉമ്മ. പിന്നെ ഇപ്പടി എന്നെ കാണുമ്പോൾ ഒരു ശല്യം അദ്ദേഹം പറയാറുണ്ട്, കൊട്ടാരക്കര എന്തെങ്കിലുമൊക്കെ ചെയ്യണേ, എന്തെങ്കിലുമൊക്കെ കൊട്ടാരക്കാർക്ക് 10 പേർക്ക് ജോലി കൊടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഈ ഗോപാലൻ സാർ ഇപ്പോഴും എന്നോട് പറയാറുണ്ട്. അപ്പം ബാലഗോപാൽ സാറിന്റെ ഞാൻ പറയുന്ന സാറിന്റെ പ്രോജക്ട് ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നാ പറയാറുണ്ട്. പക്ഷേ ഇതുവരെ പ്രോജക്ട് ഉണ്ടാക്കി അദ്ദേഹം തന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞു പ്രോജക്ട് തന്നാട്ട് ഞാനത് ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം പ്രോജക്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിയുമ്പോൾ ഈ സേവനേശ്വരിമേനിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭയില് പിന്നെ ഒരു കൊച്ചു തിരുമേനിയായിട്ട് വന്നിട്ട് ഏറ്റവും വെച്ചതാണ് ഏറ്റവും വെച്ച് ആമേലിച്ചോടാ ഞാൻ ചോദിച്ചത്. ഏറ്റവും വെച്ചനെ ഇരുന്ന് ഇപ്പൊ തടിയൊക്കെ വെച്ച് ചോദിക്കണം. അപ്പൊ വെച്ചിട്ടെന്ന് പറയാൻ പറ്റില്ല, ഞാൻ പറഞ്ഞിട്ട് കൊണ്ട് കുറച്ച് കഴിക്കാതെ. അപ്പൊ ഈ തിരുമനസിനെ എത്ര ബുക്കാ എഴുതിയിട്ടുണ്ടെന്ന് അറിയാം? എത്ര ബുക്ക് ശ്രീധരൻ സാർ അദ്ദേഹം എഴുതിയിരിക്കുന്ന എത്ര ബുക്ക് എഴുതിയിട്ടുണ്ട് സാർ? ഒരു 10-50 ബുക്ക് സാർ എഴുതിയിട്ടുണ്ട്. അതിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത്രയുള്ള വലിയ മനുഷ്യന്. അതുപോലെ തിരുവനന്തപുരം ഒരുപാട് ബുക്ക് എഴുതിയിട്ടുണ്ട്. ഈ ഒരു ബുക്ക് എഴുതിയായിരുന്നു ഒരു കഥ പറയാം. ഒരു ബുക്കുണ്ട്. അതിനകത്ത് എല്ലാം ഒരു 19 കഥയുണ്ട്. 19 കഥയുണ്ട്. അതുകൊണ്ട് ഞാൻ അത് കുറച്ച് ഒത്തിരി ആ ബുക്ക് ഒരു 10,000-1500 വാങ്ങിച്ച് ഞാൻ എല്ലാം ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം കൊടുത്തു. എല്ലാവരും വായിച്ചു പഠിക്കണം എന്ന് പറഞ്ഞു. അതിനകത്ത് ഒത്തിരി കഥകളാണ്. അത് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചൊന്നും അദ്ദേഹം കൂടുതലായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഓരോ കഥകളിൽ കൂടെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി അവന്റെ സ്വഭാവ രൂപീകരണത്തെ കുറിച്ച് മാത്രമേ തിരുവനന്തപുരം അതിനെ പിന്നെ അതിന്റെ വെളിച്ചത്തിലാണ് അത് വളരെ ശക്തമായിട്ട് എഴുതിയിരിക്കുന്നത്. ആ ബുക്ക് ഞാൻ വീണ്ടും ഒരു 10,000 വട്ടം ഞാനിത് വാങ്ങിച്ചു വെക്കും. ആവശ്യമുള്ളവർ വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകണം. തിരുവനന്തപുരത്തേക്ക് വളരെ കുറച്ച് തിരുവനന്തപുരം അതുകൊണ്ട് അപ്പം കുറച്ച് ബുക്കുകൂടെ വാങ്ങിച്ച് നാട്ടുകാരെ എല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ രാജീവിനെ ഞാൻ പണ്ട് പോലെ എല്ലാ ടിവിയിലും ഒക്കെ കാണാം. അദ്ദേഹം പറഞ്ഞു വന്നപ്പോൾ തൊട്ട് അതിനൊക്കെ കിളമ്പലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. അപ്പൊ എന്റെ അമ്മയുടെ കുടുംബവും കാണും. പിന്നെ ഇരിക്കുന്ന എന്റെ ഭാര്യ കുഞ്ഞോള. ഈ പുള്ളിക്കാരത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്റെ ജീവിതത്തിൽ സത്യത്തിൽ ഇവളല്ലായിരുന്നെങ്കിൽ ഞാൻ നശിച്ചില്ലായിരുന്നു. ഞാൻ ഒരിക്കലും ഞാൻ ആവത്തില്ല. അതിന് കാരണം എന്റെ കയ്യിൽ ഈ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ അത് കൊച്ചുനാൾ വരെ കുരുത്തക്കേട് സ്വഭാവം ഉണ്ടായതുകൊണ്ട് ഇപ്പോഴും അതേപോലുള്ള ചില കുരുത്തക്കേടുകളും മറ്റേത് ഉള്ളതുകൊണ്ട് എല്ലാത്തിനും ഒരു കടിഞ്ഞാൻ നെറ്റ് പിടിക്കുന്ന പണി നോക്കുന്ന പണിയാണ്. ഇപ്പൊ അത് പറയാൻ പറ്റത്തില്ല. മറ്റൊന്നുമല്ല, ഞാൻ അവിടെ പാൻറ്റാ ഇടുന്നത്. ഞങ്ങളുടെ മസ്കറ്റില് ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് പാൻറ് ഇട്ടുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വരുമ്പോ ഒന്ന് നോക്കും. രണ്ടാമത് ഇറങ്ങുന്നതിന് മുമ്പ് അവളൊരു നോട്ടം നോക്കും. അത് പറയാൻ കൊള്ളാത്ത സ്ഥലത്താണ്. എന്താണെന്നറിയാം, ഞാൻ സിപ്പിട്ടിട്ടുണ്ടോ? ഇതാണ് ഈ പാർട്ടി ഇത്രയേറെ എന്നെ കൊച്ചുങ്ങളെ പോലെ കരുതുന്ന ഒരു ഭാര്യ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെ ആയിത്തീർന്നെന്ന് അവൾ പറഞ്ഞു. പിന്നെ വൈകിട്ട് അത്താഴം കിട്ടാൻ വേണ്ടി കൂടെ ഒന്ന് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന് അവൾ പറഞ്ഞാൽ വല്ലതും കിട്ടുമോ? അതുകൊണ്ട് പിന്നെ പുള്ളിക്കാരത്തെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നിങ്ങളെ എല്ലാവരെയും കുറിച്ച് എനിക്ക് പറയാൻ ഒത്തിരി ഉണ്ട്. അതിനൊരു അവസരത്തെ കിട്ടുമ്പോൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവനാമത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന
His Excellency Sri P.S. Sridharanpilla, Honorable Governor of Goa, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും വന്യ പിതാക്കന്മാരെ, വൈദികരെ, സ്നേഹമുള്ള എല്ലാ സദസ്യരെയും ദൈവതിരുനാമത്തിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഗ്രിഗോറിയോസ് യോഹന്നാന്റെ പ്രവാസ ജീവിതത്തിന്റെ 50ാമത്തെ വാർഷികമാണ്. ഇവിടെ സ്ഥാപിതമായിരിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തിയിട്ടുള്ള അനേക കാര്യങ്ങൾ സമൂഹത്തിന് നന്മ ചെയ്യാൻ ഉതകുന്നതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ ഹെഡിങ്ങിൽ തന്നെ അത് വ്യക്തമാണ്. 1992 മുതൽ, അതായത് ഏതാണ്ട് 32 വർഷമായി ബഹുമാനപ്പെട്ട ഗ്രിഗോറിയോസ് യോഹന്നാനുമായി എനിക്ക് പരിചയമാണ്. ഈ 32 വർഷവും എനിക്ക് അദ്ദേഹത്തിൽ ലഭിച്ചിരിക്കുന്നതായ സ്നേഹവും കരുതലും അതുപോലെ തന്നെ ബഹുമാനവും ആദരവും എല്ലാം അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിലിൽ തന്നെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതായ വലിയ മഹത്വമാണ്. എത്രയോ പ്രസ്ഥാനങ്ങൾ നടത്തി വളരെയധികം മനുഷ്യ നന്മയെ കരുതി അദ്ദേഹം പ്രവർത്തിച്ചു. ഞാൻ ആ പുസ്തകത്തിൽ കൂടി ഒന്ന് കടന്നു നോക്കി ചെറിയതായിട്ട് പല അനുഭവങ്ങൾ വിവരിക്കുന്ന കൂട്ടത്തിൽ അധോലോകത്തിന്റെ കയ്യിൽപ്പെട്ട ഒരു ചരിത്രവും കൂടി അവിടെ പറയുന്നുണ്ട്. അതിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട കാര്യവും കൂടി. അപ്പോൾ ദൈവത്തിന്റെ ഒരു നിയോഗം പ്രത്യേകമായി ലഭിച്ച ഒരു മനുഷ്യൻ യൗസേപ്പിനെ പൊട്ടക്കിണറ്റിലിട്ടാലും കാരാഗൃഹത്തിലിട്ടാലും യൗസേപ്പിനെ കുറിച്ച് ദൈവത്തിന്റെ നിയോഗം ഫറവോന്റെ മന്ത്രിയാകുക എന്നുള്ളത് ദൈവം അതിൽ നിന്നെല്ലാം വിടുവിച്ച് അവിടെ കൊണ്ടാക്കി. ഇതുപോലെയുള്ള ഒരു ജീവിതമാണ് അദ്ദേഹത്തിനുണ്ടായത്. ഇവിടെ നിന്ന് സാധാരണ ഒരു യാത്ര വടക്കേ ഇന്ത്യയിലേക്കും അതിൽ നിന്നാണ് അവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്ക്. ഇന്ന് അദ്ദേഹം ഗൾഫ് രാജ്യത്തെ പ്രശോഭിച്ചിരിക്കുകയാണ്. എൻലൈറ്റഡ് മസ്കറ്റ്, and he has also enlightened Kottarakara and enlightened also lives of many people who are suffering from poverty, disability and all other drawbacks. ഇങ്ങനെയുള്ള ഒരു മനുഷ്യ സ്നേഹി എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുവാനായിട്ട് പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്, യേശുക്രിസ്തുവിന്റെ ഒരു വാക്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 34-ാമത്തെ വാക്യം, Be merciful as your heavenly Father is merciful. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് മനസ്സല്യമുള്ളവനാകുന്ന പോലെ നിങ്ങളും മനസ്സല്യമുള്ളവരാകുമെന്നാണ്. ഈ കഴിഞ്ഞ 50 വർഷത്തെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന്റെ ഉപദേശം യാഥാർത്ഥ്യമാക്കി സ്വർഗസ്ഥ പിതാവിനെ പോലെ മനസ്സല്യമുള്ളവനായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് അനേക പ്രസ്ഥാനങ്ങൾക്ക് ജീവാവം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. മനുഷ്യനെ സ്നേഹിക്കുന്നതോടൊപ്പം പ്രപഞ്ചത്തെയും എല്ലാ മനുഷ്യരെയും എല്ലാ പ്രസ്ഥാനങ്ങളെയും എല്ലാത്തിനെയും സ്നേഹിക്കുക. എന്തിന്? എല്ലാം നന്മയിലേക്ക് വളരണം. ആ നന്മയിലേക്ക് വളർന്നുകൊണ്ട് സന്തോഷിക്കണമെന്ന്. ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങേയറ്റം സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. തൻ്റെ സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ പുതിയ പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ സാധിച്ചു. വയനാട്ടിലെ ദുരിതം അദ്ദേഹം ഏറ്റെടുത്ത് അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം
LKG മുതൽ എത്ര വരെയാണെങ്കിലും അതെല്ലാം ഏറ്റെടുത്തിരിക്കുന്നു. എത്രയോ മഹത്തായ ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ മെന്റലി ആൻഡ് ഫിസിക്കലി ഡിസേബിൾഡ് ആയിരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി കഴക്കൂട്ടത്ത് ഒരു വലിയ സ്ഥാപനം തുടങ്ങും. എങ്ങനെയാണ് തനിക്ക് ആരോഗ്യവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലും ആരോഗ്യമില്ലാത്തവരെ പരിപാലിക്കേണ്ടത് എൻ്റെ ചുമതലയാണ്, ഞാൻ അവരോട് മനസ്സിലുള്ളവരാകണമെന്ന് അദ്ദേഹത്തിന് ലഭിച്ചതായ ദൈവ ദർശനത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വലിയ കാര്യമാണ്. അതിനെല്ലാം ഉപരി അദ്ദേഹം ഇന്ന് ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവനായി അറിയപ്പെടുന്നത് വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതാണെന്നാണ്. എന്തുമാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. MGM സ്കൂളിന്റെ 30ാമത്തെ വാർഷികമാണ് MGM ആ സൊസൈറ്റി. അതിന് അദ്ദേഹം പ്രഗത്ഭരായ ആളുകളെ അതിന്റെ പ്രസ്ഥാനത്തിന്റെ നടത്തിപ്പിൽ ബഹുമാനപ്പെട്ട ശ്രീ തോമസ് ആറിനെ പോലെ, അതുപോലെ അതിന്റെ പ്രവർത്തനത്തിൽ സഹായിക്കുവാനും സഹകരിക്കുവാനും നമ്മുടെ പത്മഭൂഷൺ മമ്മൂട്ടിയെയും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തി എന്നുള്ളത്. ഇതിനെല്ലാം അദ്ദേഹത്തിന്റെ വലിയ ദീർഘവീക്ഷണവും അതിലുപരി ദൈവത്തിന്റെ ഒരു സ്നേഹവും കരുതലും അദ്ദേഹത്തിനുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ കൂടി പറഞ്ഞത്, ഇതൊന്നും ഞാനല്ല, ഇതെല്ലാം ദൈവമാണ് കരുതുന്നത് എന്നുള്ളത് ഒരു വലിയ സന്ദേശമാണ്, ഒരു വലിയ ലെഗസിയാണ് അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന ശൈലിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. സമൂഹത്തിൽ അദ്ദേഹം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു മെമ്പറാണ് എന്നുള്ളതിന് ഞങ്ങൾ ഏവർക്കും മലങ്കര സഭയ്ക്ക് മുഴുവനുമുള്ളതായ സന്തോഷവും സ്നേഹവും അഭിമാനവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിക്കും.